ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറയട്ടെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചാനലോ യൂട്യൂബ് ചാനലോ അല്ല, ടെലിഗ്രാം ചാനലോ അല്ല, മറിച്ച് നമ്മൾ നമ്മുടെ പഠനത്തിന് വിധേയമാക്കി വച്ചേക്കുന്ന സ്റ്റോക്സുകൾ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളും ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക, അതല്ലെങ്കിൽ കൂടുതൽ ചാർട്ട്സിനെ കുറിച്ചുള്ള ഇൻഡെപ്തായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം, അല്ലാതെ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് കണ്ടന്റായിട്ട് മാത്രം കണക്കാക്കുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ വ്യൂ നമുക്ക് പറയാം. അതിനുശേഷം ഈ ആഴ്ച ഞാൻ കണക്കാക്കുന്ന സ്റ്റോക്സ്, പഠിക്കാൻ എടുത്തേക്കുന്ന സ്റ്റോക്സുകളെ കുറിച്ച് ഉള്ള കണ്ടന്റിലേക്ക് സ്ട്രേറ്റ് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിഫ്റ്റി വ്യൂ പറയുന്നതിന് മുന്നേ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ടോട്ടലി സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് നിലവിൽ 600 പോയിന്റ് ഡൗൺ സൈഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് തോന്നാം. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 350 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സോ ടോട്ടലി എല്ലായിടത്തും ബ്ലീഡ് ചെയ്യുകയാണെന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ടോട്ടൽ മാർക്കറ്റിൽ ഒരു ബ്ലഡ് ബാത്ത് നടക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, 350 പോയിന്റ്സ് ഡൗൺ സൈഡാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മാർക്കറ്റിലും ആ ഒരു സെല്ലിംഗ് പ്രഷർ ഒബ്വിയസ്ലി വരാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിലവിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നമുക്ക് വീക്ക്ലി ഒന്ന് നോക്കാം. വീക്ക്ലി നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയ ഒരു വീക്കായിരുന്നു ഇത്. അത്യാവശ്യം സ്റ്റോക്സ് ഒക്കെ നമുക്ക് പ്രോഫിറ്റിലോട്ട് ആവുകയും ചെയ്തിരുന്നു, സ്വിംഗ് ട്രേഡ് എടുത്തതല്ല. സോ മാർക്കറ്റിൽ ഇനിയുള്ള ഒരു പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ബട്ട് നിഫ്റ്റി വീണ്ടും സെല്ലിംഗ് പ്രഷറിലേക്ക് വരികയാണെങ്കിൽ ഈ ലോ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഏത് ലോയാണ്? 22,183. അതായത് വീണ്ടും ഈ ഡിമാൻഡ് സോണിലേക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 4 to 5% മൂവ്മെന്റ് ഡൗൺ സൈഡിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഞാൻ കണ്ടുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സ്വിംഗ് ട്രേഡിനൊക്കെ ഞാൻ ട്രേഡ്സ് എടുക്കുക. സോ അടുത്ത പ്രീ മാർക്കറ്റ് സെഷനിൽ, തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഇതിന്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക്, ഇൻട്രാഡേ ലെവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിഫ്റ്റിയിൽ ഒരു ബെയറിഷ്നെസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രം മുൻപോട്ട് പോകുക. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പഠിക്കാൻ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന സ്റ്റോക്ക് തന്നെയാണ്. 2 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. ADC ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ BSE ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ടിന് ശേഷം ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് ഏരിയയ്ക്ക് എബവ് ട്രേഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 2450 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ സ്റ്റോക്ക് ഒരു സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മൊമെന്റം തന്ന ശേഷം ഒരു പുൾ ബാക്ക് തരുന്നു, പുൾ ബാക്ക് തന്ന ശേഷം അപ്സൈഡ് പോകുന്നു, വീണ്ടും മൊമെന്റം തരുന്നു, ആൻഡ് വീണ്ടും അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. സോ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത്. ഓൾ ടൈം ഹൈ എബവ് ട്രേഡ് ചെയ്യുന്നു, ആൻഡ് ടെക്നിക്കലി ഒരു സ്ട്രെങ്ത് ഈ സ്റ്റോക്ക് ഓവറോൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഡിമാൻഡ് സോണിലേക്ക് വീണ്ടും, അതായത് നമുക്ക് ഡിമാൻഡ് സോൺസ് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും താഴോട്ട് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ലോവർ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വന്നാൽ അത്രയും നല്ലൊരു ഹയർ മൊമെന്റം ക്യാച്ച് ചെയ്യാനാണല്ലോ. അപ്പം ഡിമാൻഡ് സോൺസ് ആയിട്ട് 1600 റേഞ്ചൊക്കെ ഉണ്ട്. ബട്ട് ആ റേഞ്ചിലേക്ക് ഇനി ഇടക്കാലത്ത് വരുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു 2400 റേഞ്ചിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തിൽ ഈ സ്റ്റോക്ക് കാണുന്നുണ്ട്. അപ്പോൾ സോ നിങ്ങൾ ഈ ചാർട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്തി ഇതിൻ്റെ ഫ്യൂച്ചർ മൊമെന്റ്സ് നിങ്ങൾ എന്താ പറയുക, അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്നെ പേഴ്സണലി റീച്ച് ചെയ്യുന്നതിനപ്പുറം നിങ്ങൾക്ക് എല്ലാ ന്യൂസസും അറിയാം. ഞാൻ കഴിവതും ന്യൂസസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റോക്ക് ഞാൻ എടുത്തേക്കുന്നത് പശുപതി എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. പശുപതി ആക്രിലോ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ നിലവിലുള്ള സ്റ്റോക്കാണ്. ഞാൻ മീഡിയം ടേം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വാങ്ങി, ആൻഡ് അത് ലോസിലോട്ട് പോയി, ആൻഡ് അതിനുശേഷം മാർക്കറ്റ് അപ്സൈഡ് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും 45-50 റേഞ്ച് നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്തു. ഈ സ്റ്റോക്ക് എന്തായാലും ഇപ്പം നല്ല രീതിയിൽ ഒരു 74 to 80 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് എത്തുകയാണ്. അപ്പം 80ക്ക് എബവ് ക്ലോസ് ചെയ്താൽ കൂടുതൽ എന്താ പറയുക ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. എന്തായാലും 80ക്ക് എബവ് 83ക്ക് എബവ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു സ്ട്രക്ചർ ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഹൈ നല്ലതാണ്. അപ്പോൾ ഇതിന്റെ ഡിമാൻഡ് സോണായിട്ട് ഇപ്പോഴും 50 റേഞ്ച് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. 50 റേഞ്ച് ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, 85ന് മുകളിലൊക്കെ ട്രേഡ് ചെയ്ത് പോകുകയാണെങ്കിൽ പുതിയ ഒരു സോണിലേക്കായിരിക്കും, അതായത് ഒരു അൺചാർട്ടഡ് സോണിലേക്ക് പശുപതി ആക്രിലോൺ മൂവ് ചെയ്യും. അപ്പം ഇതിന്റെ ഒരു ഫ്യൂച്ചർ മൂവ്മെന്റ്സ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു മീഡിയം ടേം ഫോക്കസ് ചെയ്യുക. കുറച്ച് മാസങ്ങൾ ഈ സ്റ്റോക്ക് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്ന് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്കും വളരെ ക്ലിയർ പ്രൈസ് ആക്ഷൻ ഉള്ള സ്റ്റോക്കാണ് ഞാൻ എടുത്തേക്കുന്നത്.
ഗ്രോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് സെഷൻ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ, എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ 199 റേഞ്ചിൽ ഞാൻ വാങ്ങിയായിരുന്നു. ശേഷം ഈ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട സമയത്ത് തന്നെയാണ് ഞാൻ വാങ്ങിയത്. അതിനുശേഷം ഒരു 180 റേഞ്ചിലും വാങ്ങിയായിരുന്നു. ഓക്കെ, അപ്പം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്താ ശ്രമിക്കുന്നത്, അടുത്ത് ഒരു സപ്പോർട്ട് എടുത്ത് ഡിമാൻഡ് സോണിൽ നിന്നും റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രോ എൻ്റെ ഒരു ഫേവറേറ്റ് എന്താ പറയുക വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടേക്കാണ്. അപ്പോൾ മണ്ടേത്തെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായാലും ഈ സ്റ്റോക്ക് അതിജീവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ലോ മീൻസ് 179 എന്നുള്ള ഏരിയയിൽ നിന്നും എന്തായാലും ഒരു റീട്രേസ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വാച്ച് ചെയ്യാം. ഗ്രോ മാർക്കറ്റിന്റെ ഒരു എന്താ പറയുക ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിക്കില്ല എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്ത് പിന്നെ അറിയാം. അടുത്ത സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് കാംലിൻ ഫൈൻ സയൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇന്ന് വളരെ ചുരുക്കം സ്റ്റോക്സിനെ എടുത്തിട്ടുള്ളൂ, കാര്യം മാർക്കറ്റ് മോശമല്ലേ. അപ്പോൾ കാംലിൻ ഫൈന് എൻ്റെ ഹൈ പോയിരുന്നത് 330 റേഞ്ചിലൊക്കെയാണ് ഹൈ പോയിരുന്നത്. ആൻഡ് അവിടെ നിന്ന് സ്റ്റോക്ക് മോസ്റ്റ്ലി ഒരു 70% ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് 135 റേഞ്ച്, ഓക്കെ, 135 റേഞ്ചിൽ ഈ സ്റ്റോക്ക് സപ്ലൈ അടിച്ച് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എബോവ് 140 നമുക്ക് ഞാനൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. ആൻഡ് പ്രത്യേകിച്ച് ഒരു കാര്യം, ഇപ്പം എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, വീടിനടുത്ത് പണിയൊക്കെ നടപ്പുണ്ട്. സോ അതിൻ്റെതായ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ 140 റേഞ്ചിന് എബോവ് ഈ സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പം കാംലിൻ ഫൈൻ സയൻസ് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബേസ് ഉണ്ടാക്കിയ ശേഷമാണ് ഈ സ്റ്റോക്ക് സ്ട്രെങ്ത് കാണിക്കുന്നത്. അതായത് എപ്പോഴും ഒരു ബേസിൽ നിന്നുള്ള ഒരു ബ്രേക്ക്ഔട്ടിലായിരിക്കും, അല്ലെങ്കിൽ ബേസിൽ നിന്നുള്ള മൂവ്മെന്റിന് കുറച്ച് സ്ട്രെങ്ത് കൂടുതലായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബേസിൽ നിന്ന് മൂവ്മെന്റ് ഉണ്ടായാലും പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ലൊരു മൂവ്മെന്റ് ഫസ്റ്റ് തരും, ശേഷം ഈ സ്റ്റോക്ക് വീണ്ടും ഈ ബേസ് ഏരിയയിലേക്ക് വരും, ആൻഡ് അവിടെ നിന്ന് വീണ്ടും അപ്സൈഡ് പോകും. അപ്പം അങ്ങനെ ഒരു മൂവ്മെന്റ് ഞാൻ പല ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ കെയർഫുൾ ആയിട്ട് ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യും. എന്തായാലും എടുക്കുവാണെങ്കിൽ ഒരു മീഡിയം ടേം ഫോക്കസിലെടുത്ത് ഞാൻ ഹോൾഡ് ചെയ്യാനായിരിക്കും ഞാൻ കാംലിൻ ഫൈൻ സയൻസ് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. കണ്ടോ, ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈക്ക് ശേഷം കുറേ അധികം കാലം കൺസോൾട്ടേഷൻ ചെയ്തു എന്നുള്ളതാണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത. ഇപ്പോൾ 1 മന്ത് ചാർട്ട് ഞാൻ ഇവിടെ എടുക്കാം. ഓക്കെ, 1 മന്ത് ചാർട്ട് എടുത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചാൽ കണ്ടില്ലേ, ഇതായിരുന്നു എൻ്റെ ഒരു ഓൾ ടൈം ഹൈ. 106 റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ സോണ്. ഓക്കെ, ഈ സോണിൻ്റെ അബോവ് ആണ് ഈ സ്റ്റോക്ക് കുറച്ചധികം കാലമായിട്ട് ട്രേഡ് ചെയ്യണത്. ഇനി 1 ഡേ ചാർട്ടിലേക്ക് പോവാം. കണ്ടോ, ഈ ഒരു ഏരിയ, അതായത് 100-140 റേഞ്ച് വരെ പോയ ശേഷം ഈ സ്റ്റോക്ക് കുറച്ചധികം കാലം കൺസോൾട്ടേഷൻ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അത്രയും കാലത്ത് അക്യുമുലേഷൻ ഇതിൻ്റെ അകത്ത് നടപ്പുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയ ശേഷം വീണ്ടും എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം നോക്കുക. ഈ അക്യുമുലേഷൻ്റെ താഴെ 97 റേഞ്ചിൽ വന്നിട്ട് ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു, വീണ്ടും റീട്രേസ്മെന്റിലാണ് ശ്രമിക്കുന്നത്. അപ്പം ലോട്ടസ് ഐയിലെ ഈ അക്യുമുലേഷൻ ഫേസ് നടക്കുന്നുള്ളത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെക്കുക. ആൻഡ് ഈ ഒരു ബേസിൽ നിന്ന്, അതായത് ഈ ഒരു കൺസോൾട്ടേഷനിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ കൺസോൾട്ടേഷനിൽ നിന്ന് ഔട്ട്സൈഡ് ഈ സ്റ്റോക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ലോട്ടസ് ഐ ഹോസ്പിറ്റൽ. ഒരു 1 മന്ത് 30 to 40 ഡേയ്സ് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക. മേ ബി ഇതിന്റെ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ലോട്ടസ് ഐ ഹോസ്പിറ്റൽ എന്തായാലും നല്ലൊരു പ്രൈസ് ആക്ഷൻ ആണ്. കീപ്പ് ഇൻ യുവർ ലൂപ്പ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് പഠിക്കാം. ACME സോളാർ ഹോൾഡിങ്സ്. ഇത് നമ്മുടെ ചാനലിൽ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ACME നിങ്ങൾ നോക്കുകയാണെങ്കിൽ ACME മുന്നേ ഞാൻ പഠിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ACME സോളാർ, ജസ്റ്റ് മീ ചെക്ക് വൺ മോർ ടൈം. ACME സോളാർ. ഓക്കെ, ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചാർട്ട് ഓഫ് ദ ഡേ ആയിട്ട് 255 റേഞ്ചിൽ ഈ സ്റ്റോക്ക് ബേസ് ഏരിയയിൽ നിന്നും ഇറങ്ങാൻ നേരത്ത് ഞാൻ ഈ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ശേഷം ഈ സ്റ്റോക്ക് ഇപ്പം നിലവിൽ എവിടെ ട്രേഡ് ചെയ്യണേ നോക്കാം. 255 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഇപ്പം ട്രേഡ് ചെയ്യുന്ന 367 റേഞ്ചിലേക്കാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നോക്കിയപ്പം എന്തോരം മൂവ്മെന്റ് ഇവിടെ ഉണ്ടായെന്ന്. 255 വാങ്ങിയവർക്ക് പോലും ഒരു 40% മൂവ്മെന്റ് ഇപ്പോൾ ഓൾറെഡി ടേക്കണം. അപ്പോൾ എന്തായാലും ഇതൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. ഈ സ്റ്റോക്കിന്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് 260 to 290 റേഞ്ചാണ്. അപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ വന്നാൽ ഈ ഏരിയയിൽ നിന്നൊരു ഡിമാൻഡ് എടുത്ത് തിരിച്ചു പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് 320 റേഞ്ച് ഒരു ബ്രേക്ക് ഓർ റീറ്റർ സോൺ ആയിട്ടും ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതിന്റെ സപ്ലൈ സോണായിട്ട് ഞാൻ കണക്കാക്കുന്നത് 350, 380, 400 to 600 റേഞ്ച് ഇതിൻ്റെ ഒരു സപ്ലൈ റേഞ്ച് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. എന്തായാലും ACME സോളാർ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. മീഡിയം ടേം അടുത്തൊരു 5 മാസത്തേക്ക് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം
കീപ്പ് ഇൻ യുവർ ലൂപ്പ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ലാസ്റ്റ് സ്റ്റോക്കാണ്. ഇതും കൂടെയാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് വാച്ച് ലിസ്റ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ ഇപ്പോൾ എല്ലാ സ്റ്റോക്കുകളും ഡൗൺ ട്രെൻഡിൽ നിന്ന് റീട്രേസ്മെന്റിനുള്ള ശ്രമം നടത്തുകയാണ്. അതായത് 295 റേഞ്ചിൽ നിന്നും 60% ഈ സ്റ്റോക്ക് ഇടിഞ്ഞു. ഈ സ്റ്റോക്ക് ഇടിഞ്ഞ ശേഷമുള്ള പ്രൈസ് ആക്ഷൻ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, ഇവിടെയൊക്കെ കനത്ത സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിട്ടുണ്ടായിരുന്നു. സ്റ്റീപ്പ് സെല്ലിംഗ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കറക്റ്റ് കാര്യം. ഞാൻ കറക്റ്റ് കാര്യം കാണിച്ചു തരാം. സ്റ്റീപ്പ് സെല്ലിംഗ് നിങ്ങളിവിടെ നോക്കുക. അതായത് 172 റേഞ്ചിൽ നിന്നൊക്കെ ഇവിടെ ഈ കാണുന്ന സെല്ലിംഗ് പ്രഷർ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയേ. വളരെയധികം എന്താ പറയുക, ഭയാനകമായ സെല്ലിംഗ് പ്രഷർ ഇതിൽ നടന്നിട്ടുണ്ട്. അതായത് സാധാരണ ട്രേഡേഴ്സിനൊന്നും ഈ ഭാഗത്ത് വാങ്ങിയവർക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്നും ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ അതിജീവിച്ച രീതി നിങ്ങൾ നോക്കുക. വളരെ സ്മാർട്ടായിട്ട് ഈ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിച്ചു. ആൻഡ് ഇറ്റ്സ് ട്രൈങ് ടു ബ്രേക്ക് 175.80. കണ്ടില്ലേ, ഈ 175.80 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആണ് മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, അപ്പോൾ 180 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അടുത്ത സപ്ലൈ സോണിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 22% മൂവ്മെന്റിന്റെ ഒരു ഫൈറ്റാണ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു സെല്ലിംഗ് സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും വാച്ച് ചെയ്യുക. 160 നല്ലൊരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യണമുണ്ട്. 160 ആൻഡ് 148 റേഞ്ച് നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നിങ്ങൾ നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല സ്ട്രോങ് പ്രൈസ് ആക്ഷൻ വീക്ക് മാർക്കറ്റിൽ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത ശേഷം മെസ്സേജ് ചെയ്യാം. നമുക്ക് ഞാൻ എല്ലാവരും കഴിയുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.